ഹായ് സുഹൃത്തുക്കളെ, എന്നാണ്ട് വിഷയമാണ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് യൂസിലേക്ക് അയച്ച സാധനം എത്തി കേട്ടോ. മെയ് 14 നമ്മൾ അയച്ച് മെയ് 20 കസ്റ്റമറെ കയ്യിലേക്ക് കിട്ടി. കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് സ്ലോവാക്യയിലേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് നമ്മൾ അയച്ചു കേട്ടോ. മിനിഞ്ഞാന്ന് അയച്ച് ദൈവാനുവദിച്ച് അടുത്ത ആഴ്ചയോട് കൂടി സ്ലോവാക്യയിലേക്ക് സാധനം എത്തും. അത് നല്ല മാങ്ങാച്ചാറും മുളക് പൊടിയും മല്ലിപ്പൊടി, അങ്ങനെയുള്ള കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് അയച്ചത്. ഏറെ സന്തോഷം തോന്നുന്നു ചില സമയത്ത്. നമ്മൾ തുടങ്ങി വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് നമുക്കിതെല്ലാം ഒന്ന് അച്ചീവ് ചെയ്തൊക്കെ ഒന്ന് നേടിയെടുക്കാൻ പറ്റിയത്. 15 രാജ്യങ്ങളിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അത് നമ്മളൊന്ന് ആലോചിച്ചാൽ അറേബ്യൻ കൺട്രീസ്, യൂറോപ്പിലെ മെയിനായിട്ടുള്ള UK, ജർമ്മനി, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് കൺട്രീസ്, ഇറ്റലി, അതുപോലെ US, ഇങ്ങനെയുള്ള കുറച്ച് കൺട്രീസിനാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞൊരു പുതിയൊരു രാജ്യത്തേക്ക് നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ രുചി, എൻ്റെ കൈപ്പുണ്യം എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിന്നപ്പോഴാണ് നമുക്ക് സ്ലോവാക്യയിലേക്ക് ഓർഡർ ചെയ്തത്. അത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ, എൻ്റെ നാട്ടിൽ തന്നെ സ്ലോവാക്യ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ലോവാക്യയിലൊക്കെ മലയാളികൾ എന്ന് വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ സ്ലോവാക്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെന്നുള്ളത് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനറിയാം. അതും എൻ്റെ പപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പപ്പയുടെ കൂടെ ഓട്ടോ ഓടിക്കുന്ന സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു പുള്ളിയുടെ മകൻ തന്നെ ആണ് നമുക്ക് ഈ ഓർഡർ തന്നത്. ഏറെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രുചി വേറൊരു വിദേശത്തെ ഒരാളിരുന്ന് കഴിക്കുന്നു. അതും മലയാളികൾ മാത്രമല്ല നമ്മുടെ രുചി അറിയുന്നത്. ഈ ഇടിയിറച്ചി, നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം ഇടിയിറച്ചിയാണ്. അത് നമ്മുടെ പുതിയ കസ്റ്റമറെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മുടെ നിന്ന് കൊണ്ടുപോയി ഒരു പ്രൊഡക്റ്റ് ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ആൾ ഒരു 10 കസ്റ്റമറെ നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് ഒരുപാട് പേരുണ്ട്. ഒഴിവുള്ളൊരു ബിജു ചേട്ടനുണ്ട്, UK യിലുള്ളതാണ്. ബിജു ചേട്ടൻ നമ്മുടെ വലിയൊരു ഫാനാണ്. പുള്ളി വഴി എത്രയോ കസ്റ്റമറെ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ US അയച്ചില്ലേ, ടോമി ചേട്ടായി, ഇവരൊക്കെ വഴി നമുക്ക്, പിന്നെ ലാൻസ് ചേട്ടനുണ്ട് ഓസ്ട്രേലിയയിലുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ ഇറ്റലിയിലുണ്ട്, ഇറ്റലിയിൽ ജസ്റ്റിൻ ചേട്ടായി. അപ്പോൾ ഇവരൊക്കെ വഴി ഇങ്ങനെ ഒരുപാട് നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ദൈവം, ഞാൻ ആലോചിക്കും, ദൈവം ഇവർക്ക് എന്തിനാണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയില്ല. ഇതെല്ലാം വിധി അല്ലെ, നമ്മുടെ അധ്വാനം ഇതൊക്കെ ആയിരിക്കും. നമ്മളെ ദൈവം കാണുന്നുണ്ടായിരിക്കും നമ്മുടെ അധ്വാനവും നമ്മുടെ പതനവും അവിടുന്ന് തിരിച്ചു കയറി വരാനുള്ള ശ്രമങ്ങളും ഒക്കെ ദൈവം കാണുന്നതുകൊണ്ടായിരിക്കും നമ്മളെ ഇങ്ങനെയൊക്കെ വേറെ പല രീതികളിൽ നമ്മളെ സഹായിച്ച് അങ്ങനെ പോകുന്നു. പക്ഷെ ഞാൻ ഇവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം. അപ്പം അങ്ങനെ സക്സസ്ഫുള്ളി 16ാമത്തെ രാജ്യമായ സ്ലോവാക്യയിലേക്ക് നമ്മൾ അയച്ചിരിക്കുകയാണ്. ഇനി പുതിയ രാജ്യങ്ങൾ ഞാൻ തേടുന്നത്. എന്തെങ്കിലും ഈ ലോകം മുഴുവൻ നമ്മുടെ രുചി, ഞാൻ കുക്ക് ചെയ്യുന്ന ഐറ്റംസ്, എൻ്റെ അത് നമ്മളൊന്ന് ആലോചിക്കും. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ഞാൻ യാദൃശ്ചികവശ ഒരു പാചകക്കാരനായതാണ്. ബിസിനസ്സായിരുന്നു നേരത്തെ. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് കാറ്ററിംഗ് സർവീസ് ആയിരുന്നു. അത് പോയി ഇപ്പം നല്ല രീതിയിൽ അങ്ങനെ പോയി 2-2.5 വർഷം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ വന്നു, കോവിഡ് വന്നു. അതോടുകൂടി കാറ്ററിംഗ് സർവീസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ ജോലിക്ക് കയറുകയല്ലേ. അത് ഞാൻ പഠിച്ചത് ഡെൻ്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സാണ്. വെപ്പുമെല്ലാം ഉണ്ടാക്കില്ലേ. പിന്നെ അവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജോലിക്കാരനായിട്ട് നിൽക്കാൻ നമുക്ക് തന്നെ നമ്മുടെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി വേറെ ഒന്നൊരു ജോലി കയറി. പിന്നെ തിരിച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ ഒരു കോടീശ്വരനാവുക എന്നുള്ളൊരു കുഞ്ഞു സ്വപ്നമായിരുന്നു എന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവച്ചിട്ട് വേണം നമ്മൾ സ്ലോവാക്യയിലേക്ക് അയക്കുന്ന വീഡിയോസ്. ഓക്കെ, താങ്ക് യു.